ഇന്നലെ ഒരു റീല് കണ്ടേ. അതിലൊരു ജെൻസി പെൺകുട്ടി. ആ കുട്ടി ചെയ്യുന്ന ഏതൊക്കെയോ കണ്ടൻസ് ഭയങ്കര വൾഗറാണ്, അങ്ങനെ അങ്ങനെയൊക്കെയാണ്, വൃത്തികേടാണെന്നൊക്കെ മില്ലനിയൽസ് 80s ആൻഡ് 90സിലുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണിപ്പോൾ അതിൽ നിങ്ങളൊന്നും ഉപയോഗിക്കാത്ത സാധനങ്ങളൊന്നും അല്ലല്ലോ, നിങ്ങളൊന്നും ഉപയോഗിക്കാത്ത വാക്കൊന്നും അല്ലല്ലോ, എന്താണ് ഇത്ര ചൊറിച്ചിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിൻ്റെ അവസാനം ആ കുട്ടി പറഞ്ഞത്, ബ്രോ, റിലേറ്റബിൾ കണ്ടൻറ്റ് ഈസ് റിലേറ്റബിൾ കണ്ടൻറ്റ്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് നല്ലൊരു പോയിന്റായിട്ട് എനിക്ക് തോന്നി. കാരണം ദാറ്റ്സ് ഹൗ ആൽഗരിതം വർക്ക്സ്. റിലേറ്റബിൾ കണ്ടന്റ്സ് വിൽ മൂവ്. ദെൻ ഐ സ്റ്റെപ്ഡ് ഇൻ ടു എ പോസ്റ്റ് ഓഫ് വരുൺ അഗർവാൾ. ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണ്, ഈസ് എൻ അമേസിങ് ഗൈ. അപ്പോൾ ആള് ഷെയർഡ് സംതിങ് കോൾഡ് ദ മില്ലനിയൽ സൈലൻസ്. ദറ്റ് മീൻസ് ആൾ പോയിന്റ് ഔട്ട് ചെയ്തൊരു മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മില്ലനിയൽസ് സ്റ്റോപ്ഡ് പോസ്റ്റിംഗ്, സ്റ്റോപ്ഡ് കമൻറ്റിങ്, സ്റ്റോപ്ഡ് ഗിവിങ് ഒപ്പീനിയൻസ്. ബട്ട് മില്ലനിയൽസ് എല്ലാം ഇൻ്റർനെറ്റിലുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്. ആൻഡ് ദിസ് ഹസ് ക്രിയേറ്റഡ് എ പ്രോബ്ലം ബിക്കോസ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്, ലോട്ട് ഓഫ് കഥകൾ, സ്റ്റോറീസ്, ഒരുപാട് കണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല, വാലിഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കണക്റ്റായി തോന്നി. കാരണം ഞാനിപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ജസ്റ്റ് കടന്നേ ഉള്ളൂ. ഇനി ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്റ്റോറീസൊക്കെ ഉണ്ട്, ഞാനതങ്ങോട്ട് പറഞ്ഞാൽ പോരെ, എനിക്ക് ഷെയർ ചെയ്യേണ്ട ഒരു രീതിയിൽ പറഞ്ഞാൽ പോരെ. എന്തിനാ ഇപ്പോൾ വെറുതെ ഈ ട്രെൻഡിൻ്റെ പുറകെയും ഇതിൻ്റെ പുറകെയൊക്കെ പോകുന്നത്? അതിന് വൈറലായിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര കണക്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം റിലേറ്റബിൾ കണ്ടൻറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആർക്കാണ് റിലേറ്റ് ആവുന്നത് എന്നുള്ളതും കൂടെ നോക്കണമല്ലോ. അപ്പോൾ നമ്മുടെ മില്ലനിയൽസിൻ്റെ കയ്യിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് കഥകളുണ്ട് പറയാൻ, ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം ആൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി അറിയാം ഇത് നമ്മുടെ മാത്രം പേഴ്സ്പെക്റ്റീവാണ്. വേറൊരാൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാവും, വേറൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും. അതുകൊണ്ട് അതിനെന്താ, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെയാണല്ലോ, ലോകം അങ്ങനെയാണ്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയ ആൾക്കാർ മിണ്ടാതിരിക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞത് എനിക്കും തോന്നി. നമ്മൾ ചിലപ്പോൾ തന്തവൈബൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും, അതിനെന്താന്നേ, തന്തവൈബ് ആയിക്കോട്ടെ, അതിനിപ്പോൾ ആർക്കെന്താ കുഴപ്പം, അല്ലേ? നമ്മൾ നമ്മളായിട്ടിരുന്നാൽ പോരെ, നമ്മൾ വേറെ ആരും ആവാൻ നോക്കണ്ട, അല്ലേ?